സൂപ്പർ സ്റ്റാർ രജനീകാന്ത് നായകനായി ലോകേഷ് കനകരാജ് ഡയറക്ട് ചെയ്ത സിനിമയായ കൂലി ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. ആദ്യമേ തന്നെ സ്പോയിലർ അല്ലാത്ത എന്നാൽ സ്പോയിലർ ആണെന്ന് തോന്നിയൊരു കാര്യം പറയാം. ഈ സിനിമയും എൽസിയുമായി ഒരു കണക്ഷനുമില്ല. അത് ഓൾറെഡി ഡയറക്ടർ തന്നെ പല ഇന്റർവ്യൂസിലും പറഞ്ഞതാണ്. ഇന്നലെയും ഒരു പോസ്റ്റ് ഇട്ടിരുന്നതാണ് എൽസിയുമായി ഒരു കണക്ഷനില്ല, ഇതൊരു സ്റ്റാൻഡ് അലോൺ ഫിലിം ആണെന്ന്. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ കണ്ടാലും അറിയാതെ കണ്ടാലും ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല. കാരണം ഇത് ഒരു കംപ്ലീറ്റ്ലി വേറൊരു ടെറനിൽ നടക്കുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് തോന്നും. പക്ക ലോകേഷ് സിനിമകളിലൊക്കെ കാണുന്ന ആ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് തുടക്കം മുതലേ മനസ്സിലാവും ഇത് വേറൊരു സംഭവമാണെന്ന്. സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് 30 വർഷം മുന്നേ കൂലി ആയിരുന്ന അയാൾ ഒരു ഇൻസിഡന്റിന് ശേഷം ഇയാൾക്ക് ഒരു ദൗത്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ടി വരികയാണ്. അയാൾക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിന് വേണ്ടി പോകുന്നതിനിടയിൽ ഇയാൾ പല കാര്യങ്ങളും മനസ്സിലാക്കിയാണ്. ഇയാൾ മനസ്സിലാക്കുന്നതിനനുസരിച്ച് അതിന്റെ ആഴവും കൂടി വരുന്നു. അങ്ങനെ പല കാര്യങ്ങളിലേക്ക് ഇയാൾ എത്തിപ്പെടുകയാണ്. അതിനൊക്കെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളൊക്കെയാണ് ഈ സിനിമയുടെ ബേസിക് വൺ ലൈൻ എന്ന് പറയുന്നത്. സ്പോയിലർ അല്ലാത്ത രീതിയിലാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന നാഗാർജുന, സൗബിൻ ഷാഹിർ, അതുപോലെ ഉപേന്ദ്ര, ഇവർക്കെല്ലാം അത്യാവശ്യം നല്ല ഡെപ്ത് ഉള്ള ക്യാരക്ടർ. ശ്രുതിഹാസൻ, ഇവിടെ പെർഫോമൻസ് അടിപൊളി പെർഫോമൻസ്. ശ്രുതിഹാസനൊക്കെയാണല്ലോ നമ്മൾ അങ്ങനത്തെ ഒരു റോളിൽ കണ്ടിട്ടില്ല, അതുപോലത്തെ പെർഫോമൻസ്. പിന്നെ ഇതിലെ ഇൻട്രോ എന്ന് പറയുന്നത്, ഇതിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇൻട്രോ എന്ന് പറയുന്നത് ഉപേന്ദ്ര ഇൻട്രോ. അടിപൊളി ഇൻട്രോ ആയിരുന്നു. കാരണം അത്ര നേരം നമ്മൾ പുള്ളി പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് പുള്ളി ഉണ്ടെന്നുള്ളത് അറിയാം. അപ്പോൾ പുള്ളിയുടെ ഒരു ഇൻട്രോ എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ഗൂസ് ബംസ് വരുന്ന ഒരു ഇൻട്രോ ആയിരുന്നു. അതുപോലെ എല്ലാം കൊണ്ടും ഒരു പേഴ്സണലി ഒരു രജനീകാന്ത് ഫാൻ എന്നുള്ള രീതിയിലും ലോകേഷ് ഫാൻ എന്നുള്ള രീതിയിലും എനിക്ക് 100% സാറ്റിസ്ഫൈഡ് ആയിരുന്ന ഒരു സിനിമയായിരുന്നു. ഇപ്പൊ ജയിലറൊക്കെ എടുത്തു കഴിഞ്ഞാൽ ജയിലർ എനിക്കധികം വർക്കാകാത്തൊരു സിനിമയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ രജനീകാന്തിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ സിനിമ കണ്ടത്. രജനീകാന്ത് വെടിയൊരുക്കുന്നു, ബാക്കിയുള്ളവർ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ആ സിനിമയിൽ എനിക്ക് തോന്നിയത്. പക്ഷെ ഇതിൽ അങ്ങനെയല്ല. സൂപ്പർ സ്റ്റാർ രജനീകാന്തായിട്ട് തന്നെ ഈ സിനിമയിലുണ്ട്. പുള്ളിക്ക് ചെയ്യേണ്ട ആക്ഷനും കാര്യങ്ങളെല്ലാം പുള്ളി തന്നെ ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ മാസായിട്ട് ആക്ഷൻ, നല്ല ആക്ഷനും കാര്യങ്ങളും. ഇതിലെ റോബോക്യാം, ലോകേഷ് കനകരാജ് റോബോക്യാം പല സിനിമകളിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും പേഴ്സണലി ഈ സിനിമയിലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇതിലെ പെർഫോമൻസ്, സൗബിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളി പെർഫോമൻസ്. ഇവർ കൊടുത്തിരിക്കുന്ന വില്ലൻ ക്യാരക്ടർ രീതിയിലുള്ള ഒരു ഷെയ്ഡാണ്. ഇതിലെ എല്ലാ ക്യാരക്ടേഴ്സിനും എല്ലാം ഡാർക്ക് ഷെയ്ഡ് തന്നെയാണ്. നായകൻ ഉൾപ്പെടെ ഒരു ഡാർക്ക് ഷെയ്ഡ് മൂഡിലാണ് പോകുന്നത്. അല്ലാതെ ആരും ഇതിൽ നല്ലവരായിട്ട് ആകെ ഒരു ക്യാരക്ടർ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും നല്ല നെഗറ്റീവ് ഷെയ്ഡ്, അത്യാവശ്യം നല്ല ഡാർക്ക് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ നാഗാർജുനയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പക്ക വില്ലനാണ്. ഇത്രയും വർഷങ്ങളായിട്ട് ഒരു നായകൻ എന്നുള്ള രീതിയിൽ ഒരു റോളല്ലാതെ ചെയ്യാത്ത ഒരാൾ ഇവിടെ വന്ന് വില്ലൻ ചെയ്തപ്പോൾ അതിനുള്ള ഒരു റോള് ശരിക്കും ഉണ്ടായിരുന്നു. അതുപോലെ സൗബിൻ ഷാഹിറിന്റെ റോളാണെങ്കിലും അടിപൊളിയായിരുന്നു. ഉപേന്ദ്രയുടെ റോളാണെങ്കിലും പുള്ളി വന്ന് നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര സ്ക്രീൻ പ്രസൻസ്. പുള്ളിയുടെ ഒരു സിനിമ അൽവൈകുന്തപുരത്ത് അല്ലാതെ കണ്ടൊരു സിനിമ എന്ന് പറയുന്നത് ഇതേ ഉള്ളൂ. പക്ഷെ ഇതിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരാൾ ഭയങ്കര സ്ക്രീൻ പ്രസൻസ് തോന്നിയ ഒരു ക്യാരക്ടർ. അതുപോലെ അമീർ ഖാന്റെ ക്യാരക്ടർ ജസ്റ്റ് ഒരു ക്യാമിയോ റോൾ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ജസ്റ്റ് റോൾ എന്നുള്ള രീതിയിൽ ക്ലൈമാക്സ് ഭാഗത്ത് എത്തുമ്പോഴത്തേക്ക് ജസ്റ്റ് എൻഡ് ചെയ്യാനുള്ള ഒരു ഭാഗങ്ങൾ എന്നുള്ള രീതിയിലുള്ള എൻഡിങ്ങൊക്കെ അവിടെ ഉള്ളൂ. പക്ഷെ ആദ്യം മുതൽ അവസാനം വരെ ഒരു ഇന്റർവൽ ഭാഗമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ഗൂസ് ബംസ് വരുന്നത്. എനിക്ക് പേഴ്സണലി ലോകേഷ് കനകരാജിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറയുന്നത് മഹാനഗരമാണ്. അതിന്റെ കൂടെ തന്നെ വിക്രമാണ്. ബാക്കി കൈദി എല്ലാം അത് കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ. പക്ഷേ കൈദിക്ക് മുകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് ഇത് എന്ന് പറയുന്നത്. എനിക്കിപ്പോൾ കണ്ടപ്പോൾ റിപ്പീറ്റ് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ ഫീൽ ചെയ്തൊരു സിനിമയാണ്. 100% സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതാണ് സിനിമയ്ക്ക് പോയത്. ഒരു നോർമൽ ആക്ഷൻ പടം എന്നുള്ള രീതിയിൽ ഉപരി ഇതിൽ നല്ലൊരു സ്ക്രിപ്റ്റ് എനിക്ക് കാണാൻ പറ്റി. അതുകൊണ്ടാണ് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഇങ്ങനത്തെ സിനിമകൾ, ആക്ഷൻ സിനിമകളൊക്കെ കാണാൻ താല്പര്യം ഉറപ്പായിട്ടും കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. ഒന്ന് കണ്ടു നോക്കാം.